ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റൂം ടൂറാണ്. കൊറിയയിലുള്ള കുറേ പേര് ചോദിച്ചായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഫൈനലി അത് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഏരിയ ഒക്കെ കാണിച്ചു തരാം, അതിൻ്റെ ശേഷം റൂമിലോട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയാണ് ആൾക്കാർ കാറൊക്കെ പാർക്ക് ചെയ്യാറ്. ആൻഡ് ഇതാണ് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ്. ആൻഡ് ഇതിൽ ഒരു റൂം മാത്രമാണ് എൻ്റേത്, ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള ആൾക്കാരുടെയാണ്. ഇവിടെയാണ് ആൾക്കാർ വേസ്റ്റ് ഒക്കെ വെക്കാറ്. നമുക്കങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടെ ഒരു കവറിലാക്കിയിട്ട് ഇവിടെ വെച്ചാൽ മതി. ഇത് നമ്മളുടെ നിത്യകല്യാണി. നമ്മളെ നാട്ടിലുള്ള ഫ്ലവേഴ്സ് ഞാൻ ഇവിടെ അധികം കാണാറില്ല, പക്ഷേ അത് ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിനി ഉള്ളിലോട്ട് പോവാം. ഈ ഒരു ഇതുണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഇടേണ്ടത്. ബാക്കിയുള്ള വേസ്റ്റൊക്കെ അവിടെ കവറിലിട്ടാൽ മതി. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി, നല്ല സെക്യൂരിറ്റിയാണ് കേട്ടോ, കാരണം നമുക്കിവിടെ പാസ്വേഡ് ഉണ്ട്, നമുക്ക് മാത്രമേ പാസ്വേഡ് അറിയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ നമ്മൾ ഡോറ് തുറക്കും. പക്ഷെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഇവിടെ ഈ ഒരു ജസ്റ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുറത്തേക്ക് പോവാം. ഇവിടെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മെയിലൊക്കെ വരികയാണെങ്കിൽ, മെയിലല്ല എന്താ പറയുക, ഇങ്ങനെ ലെറ്റേഴ്സൊക്കെ വരികയാണെങ്കിൽ അവരിവിടെ വയ്ക്കും. നമ്മളുടെ റൂം എന്ന് പറയുന്നത് 4th ഫ്ലോറിലാണ്. ഇവിടെ ഇത്രയും സൗണ്ടിൽ നിന്ന് ആൾക്കാർ ഞാൻ ഇതുവരെ സംസാരിച്ച് കണ്ടിട്ടില്ല. 2nd ഫ്ലോറിൽ നമുക്കിവിടെ അവനുണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള അവനാണ്. ഇവിടെയാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുക. ഇത് അടിപൊളിയല്ലേ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ആൾക്കാർ ഡ്രസ്സ് ഇടാറുണ്ട്, ഡ്രസ്സ് ഉണക്കാൻ ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലോറിലോട്ട് പോവാം. ഇവിടുത്തെ 4th ഫ്ലോർ എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ 5th ഫ്ലോറാണ്. കാരണം ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ഇല്ല, ഡയറക്റ്റ്ലി 1st ഫ്ലോർ എന്നാണ് പറയാറ്. ഇതാണ് നമ്മളുടെ ഹോൾ. 4th ഫ്ലോറിൽ നമുക്ക് ടോട്ടലി 5 റൂംസ് ഉണ്ട്. കണ്ടോ, ഇവിടെ 5 റൂംസിൽ ഇതാണ് എൻ്റെ റൂം. ഇവിടെ നമുക്ക് പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്കുള്ളിൽ കയറാൻ പറ്റുക. എനിക്ക് മാത്രം അറിയുന്ന എൻ്റെ പാസ്വേഡ്. പിന്നെ ഈ റൂമിലൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആൾക്കാരുണ്ടെന്ന് പറയാൻ കാരണം ഇവിടെയൊക്കെ കണ്ടോ സാധനങ്ങൾ, അവർ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ അതവർ എടുക്കാൻ നോക്കുന്നതും ഒന്നും കണ്ടിട്ടില്ല. എങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കയറാം. റൂമിൽ കയറുമ്പോൾ തന്നെ ഇവിടെ ഞാൻ ഇവിടെയാണ് ചെരുപ്പ് വയ്ക്കാറ്, കാരണം വേറെ സെപ്പറേറ്റ് ഷൂ വയ്ക്കാനുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ അധികം ചെരുപ്പില്ല, കാരണം അതൊരു ലോങ് സ്റ്റോറിയാണ്. ഐ ലോസ്റ്റ് ഓൾ മൈ ചപ്പൽസ്. ഓ മൈ ഗോഡ്, ഈ സാധനം വീണുപോയി. ഇത് ആക്ച്വലി ഒരു ബിസിനസ് ലോക്കാണ് കേട്ടോ. ഈ സാധനം ഉണ്ടല്ലോ, ഇത് വീണുപോയി. അയ്യോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ റൂമിലാണ്. ഇവിടെ നമുക്ക് കിച്ചൺ ഉണ്ട്. ഞാൻ ലൈറ്റ് ഇടട്ടെ. ഓക്കെ, ഇതാണ് നമ്മളുടെ കിച്ചൺ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി കറണ്ടിൻ്റെ സ്റ്റൗവാണ്. ഇത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഞാൻ ഒറ്റയ്ക്കായത് കാരണം 1 മണിക്കൂറിലൊക്കെ നമുക്ക് ചോറ്, കറി, ഉപ്പേരി ഇതെല്ലാം കുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളുടെ വാഷ് ബേസിൻ ഉണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള കബോർഡ് ഉണ്ട്. ഇവിടെയാണ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ വെക്കാറ്. കണ്ട, യെസ്. ഇതും ഒരു കബോർഡാണ്, പക്ഷെ അത് ഞാൻ തുറക്കാറില്ല. വെറുതെ ഇരുന്നപ്പം ഇവിടെ ഡെക്കറേഷനായിട്ട് വെക്കാന്നുള്ളതോ വാട്ട് ഈസ് ദാറ്റ്. അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നപ്പം ഇതിവിടെ ഒരു ഡെക്കറേഷൻ പോലെ വെക്കാന്ന് വിചാരിച്ചു. കിച്ചൻ്റെ താഴത്തും നമുക്കൊരു കബോർഡ് പോലെ ഉണ്ട്. ഇവിടെയാണ് ഞാൻ എൻ്റെ കുക്കർ ആക്ച്വലി എൻ്റെ കയ്യിലില്ല. ഞാൻ ഈ ഒരു സാധനത്തിലാണ് ചോറൊക്കെ വെക്കാറ്. ഇതിൽ കറി, ഇതിൽ ചപ്പാത്തി, അല്ലെങ്കിൽ എന്താ പറയുക, ഓംലേറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഇവിടെയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ വെക്കാറ്. കുക്കർ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, ഒരു ചേട്ടൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ആ ചേട്ടൻ കുക്കർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇവിടെ നമുക്ക് കുക്കർ വാങ്ങിക്കാൻ കിട്ടില്ല. ഇതാണ് വേറൊരു കബോർഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം കിച്ചൻ്റെ താഴെയുള്ള കബോർഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അധികം സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. ഈ സംഭവം വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഇതും. യെസ്, അപ്പോൾ അതാണ് നമ്മളുടെ
കിച്ചൺ. ഇനി നമുക്കിവിടെ ഫ്രിഡ്ജ് ഉണ്ട്. ഒരാൾക്കെന്ന് പറയുമ്പം ഈ ഒരു ഫ്രിഡ്ജ് ഭയങ്കര വലിയ ഫ്രിഡ്ജാണ്. ഞാൻ നിങ്ങൾക്ക് ഉള്ളിൽ കാണിച്ചു തരാം. ഉള്ളിൽ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് വൃത്തികേടായി കിടക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി 1.5 ആഴ്ചയായി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഫുൾ നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റ്സ് ആണ്. മഞ്ച്, ഡയറി മിൽക്ക്. പക്ഷെ ഞാനത് അധികം കഴിക്കാറില്ല. ഞാനൊരു സ്നാക്സ് പേഴ്സൺ അല്ലാത്ത കാരണം എപ്പോഴെങ്കിലേക്ക് കഴിക്കാറുള്ളൂ. ഇത് ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. പിന്നെ ഇവിടെ ഞാൻ ജിമ്മിൻ്റെ BTS ജിമ്മിൻ്റെ, ഇനിയിപ്പോൾ ജിമ്മിനെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജിമ്മിൻ്റെ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിച്ച കവർ, മെമ്മറീസ് അത്രയൊക്കെയുള്ള ഇവിടെ നമുക്ക് അവനുണ്ട്. ഇത് നമ്മളുടെ പേഴ്സണൽ അവനാണ്. ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് പലപ്പോഴും താഴെയുള്ള കോമൺ ആയിട്ടുള്ള അവനാണ് യൂസ് ചെയ്യാറ്. കാരണം കറണ്ട് ബില്ല് കൂട്ടണ്ടല്ലോ, അതാണ് സംഭവം. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഡിറ്റർജൻറ്റ്, ടിഷ്യൂ, കുറച്ച് സ്നാക്സ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇത് മാത്രമേ ഉള്ളൂ, കോമൺ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, കാരണം കറണ്ട് ബില്ല്. പിന്നെ നമുക്കിവിടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ടേബിളിൻ്റെ താഴെ ആക്ച്വലി ഡ്രോയർ ഇല്ല. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ താഴെ ഞാൻ ലഗേജസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ്, ബാക്കിയുള്ള ചെറിയ ചെറിയ ഐറ്റംസ്. ഇതെൻ്റെ ചേച്ചീൻ്റെ മോനാണ്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ച ആൽബംസ്. ലേ ഓവറും ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ ഞാനത് അവിടെ വെച്ചിട്ടില്ല, കാരണം അതിൻ്റെ കവറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ എൻ്റെ ബുക്സ്, എക്സാമൊക്കെ കഴിഞ്ഞു, അതാണ് ഇനി ബുക്സിൻ്റെ ആവശ്യമില്ല. എൻ്റെ ലാപ്ടോപ്പ്. പിന്നെ ഞാനിവിടെ എൻ്റെ വാള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആക്ച്വലി ഇവരുടെ ഫോട്ടോസ് മാത്രമേ വലുതായിട്ടുള്ളൂ, അതുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ ഒന്നും വെക്കാത്തത്. പിന്നെ ദിസ് ഇസ് ക്യൂട്ട്, റൈറ്റ്? ഐ ലവ് ദിസ്. അത്രയൊക്കെയാണ് എൻ്റെ ടേബിളിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കബോർഡ് ഉണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു കബോർഡ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലും ഡ്രസ്സാണ്. ഇതിൻ്റെ ഉള്ളിലും ഡ്രസ്സ്, പിന്നെ വേറെ കുറച്ച് ഐറ്റംസ്. പിന്നെ നമ്മളുടെ ബെഡാണ് ഇവിടെ ഉള്ളത്. 1 മിനിറ്റ്. ഇതാണ് നമ്മളുടെ ബെഡ്. നല്ല സുഖമുള്ള ബെഡാണ് കേട്ടോ. ഇവിടെ AC ഉണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാങ്ങർ ഉണ്ട്. ഹാങ്ങർ അവർ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ബെഡും അവർ തന്നെ തന്നതാണ്. ബെഡ്, കട്ടിലൊക്കെ അവർ തന്നതാണ്. AC-ൻ്റെ കൂടെ എനിക്കൊരു ഫാനും കൂടി ഉണ്ട് കേട്ടോ. ഈ ഫാൻ ആക്ച്വലി ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഈ ഒരു കർട്ടൻ ഉണ്ട്. ഇത് നമുക്കിങ്ങനെ താഴ്ത്താം, സോ ദാറ്റ് രാവിലെ എണീക്കുമ്പോൾ സൺലൈറ്റ് ഒക്കെ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതും ഒരു നല്ല സംഭവമാണ് ഈ ഒരു റൂമിൻ്റെ. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് നമ്മളുടെ ബാത്റൂമാണ്. ബാത്റൂം എന്ന് പറയുന്നത് ഒരാൾക്ക് ഈ ബാത്റൂം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നമുക്കൊരു ഹാങ്ങർ പോലെയുണ്ട്. പിന്നെ ഒരു മിറർ ഉണ്ട്, വാഷ് ബേസിൻ. അത്രയൊക്കെയുള്ളൂ ബാത്റൂം. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഐക്കോണിക് കൊറിയൻ ചപ്പൽ ഗൈസ്. ഈ ചപ്പൽ നിങ്ങൾ ഡ്രാമയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും. ഐക്കോണിക് കൊറിയൻ ചപ്പൽ. ഒരു ഓവറോൾ റൂം എന്ന് പറയുന്നത് ഇതാണ്. ബെഡ്, ടേബിൾ, കിച്ചൺ ആൻഡ് ബാത്റൂം. അത്രയേ ഉള്ളൂ ഈ ഒരു റൂം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ആൻഡ് ഈ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇവിടെ കണ്ടോ, വിൻഡോ ഉണ്ട്. ഈ വിൻഡോൻ്റെ പുറത്ത് നോക്കിയാൽ നമുക്ക് ബാൽക്കണി ഉണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഇടാം. ഞാൻ ആക്ച്വലി ഡ്രസ്സ് ഇടുമ്പോൾ പുറത്ത് പോലും പോകാറില്ല. ഇവിടെ നിന്ന് തന്നെ ഏന്തി ഇടാറാണ് പതിവ്. വേണമെങ്കിൽ നമുക്ക് താഴെയുള്ള ഡ്രസ്സ് ഇടാനുള്ള സംഭവം യൂസ് ചെയ്യാം.
അപ്പോൾ ഈ റൂം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. ബാൽക്കണിയൊക്കെ ഉള്ള കാരണം ഫ്രഷ് എയർ ഉണ്ടാവും. നോയ്സ് ബട്ട് ഈ ജനലടച്ച ഒരു നോയ്സും ഉണ്ടാവില്ല കേട്ടോ. അതും ഭയങ്കര കംഫർട്ടബിളാണ്. സോ ബേസിക്കലി ഈ ഒരു റൂം എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് 1 റൂം എന്നാണ് പറയുക. ഓക്കെ, 1 റൂം എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ തന്നെ നമുക്ക് ബെഡ്, കിച്ചൺ, ഫ്രിഡ്ജ്, ബാക്കിയുള്ള സാധനങ്ങൾ, ടേബിൾ എല്ലാം, പിന്നെ ബാത്റൂം, ഇതെല്ലാം കൂടെ ചേർന്നതാണ് 1 റൂം എന്ന് പറയുന്നത്. ഈ ഒരു റൂമിന് ഞാൻ പേ ചെയ്യുന്നത് 450,001 ആണ്. അതായത് നമ്മളുടെ 27,000 റുപ്പീസ്. ഓക്കെ, ഈ ഒരു റൂമിന് ഞാൻ പേ ചെയ്യുന്നത് 27,000 രൂപയാണ്. അത് വെർത്താണോ ചോദിച്ചാൽ വെർത്താണ്, കൊറിയയിലുള്ള പ്രൈസൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ. കാരണം എനിക്കൊരു ബാൽക്കണി ഉണ്ട്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമുണ്ട്, എല്ലാം സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ 27,000 എന്ന് പറയുന്നത് ഇസ് ഗുഡ്. നമ്മളുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ മൈൻഡ് സെറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. പക്ഷെ അതർവൈസ് ഞാൻ കൊറിയയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്, അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം കുഴപ്പമില്ല. കൊറിയയിൽ നമുക്ക് 1 റൂമിൽ താമസിക്കാം, ഗോഷി 1ൽ താമസിക്കാം, അതുപോലെ തന്നെ ഗോഷി 10, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഗോഷി 1 എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ റൂമാണ്. ചെറിയ റൂമിൽ തന്നെ ബെഡ്, അതുപോലെ തന്നെ ടേബിൾ, ഫ്രിഡ്ജ്, ബാത്റൂം ഇതൊക്കെ വയ്ക്കും. അപ്പോൾ നമുക്കിങ്ങനെ മൂവ് ചെയ്യാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല. സോ അതെന്ന് പറയുന്നത് ഭയങ്കര അൺകംഫർട്ടബിളാണ്. ഈ ക്ലോസ്ട്രോഫോബിയ അതൊക്കെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ റൂമിൽ താമസിക്കാൻ. എനിക്ക് കുറച്ച് ഫ്രഷ് എയറൊക്കെ എനിക്ക് കുറച്ച് ഫ്രഷ് എയറൊക്കെ കിട്ടുന്ന റൂമിൽ നിൽക്കാനാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആൻഡ് അതാണ് നമ്മളുടെ റൂം. ഇനി ഞാൻ നിങ്ങൾക്ക് ബാൽക്കണി കാണിച്ചു തരാം. ഇനി നമുക്ക് ബാൽക്കണി കാണാൻ പോവാം. ഇത് തുറക്കണമെങ്കിൽ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി കേട്ടോ, ഇത് തുറന്നോളും. ബാൽക്കണിയിലോട്ട് പോവാൻ ഇവിടെ ഒരു ഡോറുണ്ട്. ഇതാണ് നമ്മളുടെ ബാൽക്കണി. നമുക്കിങ്ങനെ നടക്കാം. ഇപ്പോൾ കുറച്ച് മഴ പെയ്തായിരുന്നു, അത് കാരണം ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. കണ്ടോ, ഇതാണ് എനിക്ക് ഈ ഒരു സ്ഥലത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ വന്നിങ്ങനെ ചായ കുടിക്കാം, അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ നോക്കിയിരിക്കാം. അതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. യൂഷ്വലി സ്കൈ നല്ല ബ്ലൂ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാറുണ്ട്. ഇന്ന് കുറച്ച് മഴക്കാറുള്ള കാരണം ഇതാണ് നമ്മളുടെ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റൂമിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം 27,000 ആണ്. പക്ഷേ മാസത്തിൽ ഏകദേശം 30,000 വരും. കാരണം കറണ്ട് ബില്ലും ഗ്യാസിൻ്റെ ബില്ലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഏകദേശം 30,000 വരും. കഴിഞ്ഞ തവണ 2 മാസത്തേക്കാണ് കറണ്ട് ബില്ലൊക്കെ വരിക. അപ്പോൾ 2 മാസത്തേക്ക് എനിക്ക് കഴിഞ്ഞ തവണ വന്നത് 1,200 രൂപയ്ക്കായി. അപ്പോൾ ദാറ്റ്സ് നോട്ട് ബാഡ് ആക്ച്വലി. ഞാൻ അതിനെക്കാട്ടിലേക്ക് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര സിറ്റി അല്ല, ബട്ട് ഭയങ്കര ഒരു ഉള്ളോട്ടുള്ള ഏരിയ അല്ല. ഈ ഏരിയയിൽ പൊതുവെ കുറച്ചൊരു ഹില്ലി ഏരിയ ആയ കാരണം ഇവിടെ റെൻ്റൊക്കെ കുറച്ചിട്ടാണ് ആൾക്കാർ കൊടുക്കുക. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടിയത്. ആൻഡ് ഈ ഏരിയ ഭയങ്കര നല്ല ഏരിയ ആണ്. കാരണം ഞാൻ ഇവിടുന്ന് ഒരു 2 മിനിറ്റ് നടന്നാൽ എനിക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു 24 hour ഓപ്പൺ ആയിട്ടുള്ള സീയും ഉണ്ട്. ഒന്നല്ല ആക്ച്വലി, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പോൾ കുറേ സീയും ഉണ്ട് അടുത്ത്. പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഐസ്ക്രീം കടയുണ്ട്, പിസ്സ ഷോപ്പ് ഉണ്ട്. അങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അപ്പം രാത്രി 12 മണിക്ക് എനിക്ക് വിശന്നാലും എനിക്ക് പേടിക്കാനൊന്നുമില്ല. ചുമ്മാ അങ്ങോട്ട് പോയിട്ട് എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കൺവീനിയൻസ് എന്ന് പറയുന്നത്. സോ ഐ ലവ് ദിസ് പ്ലേസ്. അപ്പോൾ യെസ്, അതാണ് ഫൈനലി എൻ്റെ റൂം ടൂർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ റൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓഫ് കോഴ്സ് ഞാൻ ഈ റൂം ടൂറിന് വേണ്ടിയിട്ട് കുറച്ച്
ഗൈസ് ഡെലിവറി ഗായ് ചുമ്മാ കാണിച്ചു എന്നുള്ളൂ. ഞാനിവിടെ കൊറിയയിൽ വന്നിട്ട് 2 മാസമായി ഈ റൂമിൽ വന്നിട്ട്. അപ്പോൾ ഈ 2 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പല തവണയും ഈ ഒരു ബാൽക്കണിയിൽ വന്നിട്ട് തുണിയിടാൻ വന്നിട്ടുണ്ട്, ചുമ്മാ ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ട്, ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ബാക്കിയുള്ള 4 റൂമിലുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ ഇവിടെ പുറത്ത് കണ്ടിട്ടില്ല. ഐ ഡോണ്ട് നോ. ഇവിടെ AC വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടെന്നാണ്. പക്ഷെ എന്നാലും ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. സോ എനിക്കിവിടെ ഫ്രണ്ട്സൊന്നുമില്ല ലൈക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ. ബട്ട് ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇവരെന്താ പുറത്തിറങ്ങാത്തതെന്ന്. ബട്ട് എനിക്കത് യുനോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ റൂം ടൂർ ഗൈസ്. നിങ്ങൾക്ക് ഈ റൂം ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെന്താ പറയുക, വേറെ എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്. ഫൈനലി ഞാൻ എൻ്റെ റൂമിൻ്റെ അപ്പുറത്തുള്ള ഒരാളെ കണ്ടു. ആഫ്റ്റർ 2 months ഞാൻ അവിടെ ഉള്ള ഒരാളെ കണ്ടു. ആൻഡ് ദാറ്റ് ടു എ ഗേൾ. ഫൈനലി ജസ്റ്റ് an update, you know, because ഞാൻ നിങ്ങളടുത്ത് പറയായിരുന്നില്ലേ ഞാൻ ഇതുവരെ ആരും കണ്ടില്ല. I saw one person. Oh my god. Okay, that's it guys, that's it for this video. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.